സുഹൈലാണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 15 kg ബീഫ് കൊണ്ടാട്ടം. ആ ബീഫ് കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ ഉണ്ടാവാറില്ല, ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ കുറുമികൊക്കെ ഉണ്ടാക്കുന്ന പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. 15 kg ബീഫ് കൊണ്ടാട്ടം എങ്ങനെയാണെന്ന് നമ്മളതായ റെസിപ്പിയിൽ നമ്മൾ ഉണ്ടാക്കണേ. നമ്മളിത് കണ്ടിട്ട് ഇങ്ങനെയല്ല എന്ന് പറയുന്നത്, നമ്മളതായ റെസിപ്പിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്, മറ്റുള്ള റെസിപ്പിയല്ല നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ബീഫ് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കണത് കൈ വൃത്തിയാക്കിയാണ് ബീഫ് നമ്മൾ ചെമ്പിലിട്ടാ. ഇത് ആദ്യം പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് മസാല തേച്ചിട്ടാണ് പിന്നെ പൊരിച്ചിട്ടാണ് പിന്നെ കൊണ്ടാട്ടം ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പുഴുങ്ങാനുള്ള ചെമ്പ് വെച്ച് അതിൽ ബീഫ് ഇട്ടിക്കണേ. ഞാൻ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇട്ടുകാണ്ട് ഒന്ന് പുഴുങ്ങിയെടുക്കട്ടെ. വേറെ ഒരു സാധനം അതിക്ക് വേണ്ട. ഓക്കെ, പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇടാം, കല്ലുപ്പ്. നമ്മൾ മസാല വേറെ ഉണ്ടാക്കൂട്ടാ. ഇഞ്ചിയും വെളുത്തുള്ളിയും പാടെ മിക്സ് അരച്ചത് ഇട്ടുകൊടുക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കത്തിച്ച് കാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം. പുഴുങ്ങിയെടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സമയത്തിന് ശേഷം നോക്കാം. ആയിട്ടില്ല കേട്ടോ മക്കളെ, ആയിട്ടില്ല. വന്നിട്ടില്ല. ഊറ്റിയെടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാ. ബീഫ് കൊണ്ടാട്ടത്തിന് മസാല കൂട്ടാണ്, സിമ്പിളായിട്ടുള്ള മസാലയാണ്. മുളക് പൊടി, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, കോൺഫ്ലവർ പൊടി, ബീഫ് മസാല, ഇഞ്ചിയും വെളുത്തുള്ളി. വേറെ ഒരു മസാല നമ്മൾ തീ കൂടുതലിട്ട് അതിൻ്റെ കോഴിമുട്ടി മാത്രം ഇടും. വേറെ കഴിഞ്ഞ് കോഴിമുട്ട, കുറച്ച് പൊടിപ്പ്. ഓവറാണ്, മറ്റേ മസാലയിലുള്ളതാണ്, കുറച്ചിട്ടാൻ വേണ്ടിട്ടാ. ഓക്കെ, ബീഫ് സ്റ്റോക്ക് ചെയ്ത വെള്ളമായിട്ട് മസാല കുഴക്കണ്ട കേട്ടോ. എന്നാൽ ബീഫ് സ്റ്റോക്ക് ചെയ്ത വെള്ളമാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ബീഫ് നമ്മൾ തീ കിടട്ടാ. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടാ. മസാലയൊക്കെ തേച്ച് ഇവിടെ റെസ്റ്റിന് വെച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് വെച്ച് നമ്മൾ 2 മണിക്കൂർ നമ്മൾ പൊരിക്കാൻ തുടങ്ങട്ടെ. പൊരിച്ചതിന് ശേഷം ബാക്കി നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ ഓയിൽ ഒഴിക്കട്ടാ. ബീഫ് പൊരിക്കാനുള്ള ഓയിൽ ഒഴിക്കാണ്. ബീഫ് ഇത് പൊരിക്കാൻ നിൽക്കും. ബീഫ് പൊരിച്ചെടുക്കട്ടോ. ഈ ഒരു പൊരി മതി, ഓവറായിട്ട് പൊരിക്കണ്ട. ഇതെന്താ സാധനമാണ്, ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കട്ടോ. ഉണ്ടാക്കണേ നമ്മൾ പൊരിച്ച ആ ഓയിൽ എടുത്തുകയാണ്. ആ ഓയിൽക്ക് ഉള്ളിടാം. ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നമ്മളെ റെസിപ്പി കേട്ടാ. ഇനി കുറേ ആൾക്കാർ കുറേ അറിയുന്ന ആളുകളുണ്ടാവും, അവരറിയാം അങ്ങനെയല്ലേ ശരിയായിരിക്കും. പക്ഷെ നമ്മളെ റെസിപ്പിയിൽ ഉണ്ടാക്കണേ. ഇന്ന് പോയാ ടൊമാറ്റോ സോസ്, സോയ സോസ്, ഫുള്ള് വേണ്ടേ. ചില്ലി സോസ് പകുതി എഴുതിട്ടാ. ചതച്ചമുളക്, തേങ്ങാപ്പൊടി എല്ലാം മിക്സ് ചെയ്യട്ടാ. പഞ്ചസാര പോയാ, കുറച്ച് ഉപ്പ്, പഞ്ചസാര, നമ്മൾ മാറ്റി വെച്ച ബീഫിൻ്റെ സ്റ്റോക്കിൻ്റെ വെള്ളട്ടാ. ബീഫ് ഉണ്ടാക്കിയ വെള്ളട്ടാ. വലിയ മുളക് ഇട്ടാ, ഉണങ്ങിയ മുളക്, ചുവന്ന മുളക്. നമ്മളെന്താ ബീഫ് ഇട്ടുണ്ട് കേട്ടോ, പൊരിച്ചും കൂട്ടി വെച്ച ബീഫ് ഇട്ട്. എല്ലായിടും മിക്സ് ചെയ്യാം. ഇല്ല അമ്മ,
അങ്ങനെ ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടോടാ. ഓക്കെ, അങ്ങനെ ബീഫ് കൊണ്ടാട്ടം റെഡി ചെയ്താ. നമ്മൾ ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടാ. നമ്മൾ സിമ്പിളായിട്ടുള്ള ബീഫ് കൊണ്ടാട്ടമാണ്. ചിലവരൊക്കെ വ്യത്യസ്തമായിട്ട് വെക്കും. ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് കൊണ്ടാട്ടം എങ്ങനെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.